എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഭയങ്കര സന്തോഷമാണെന്ന് നമ്മുടെ ഒരു ഡ്രീംസ് കം ട്രൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം നടക്കാൻ വേണ്ടി പോവാണ്. തളിപ്പറമ്പ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. ആലക്കോട് ടു തളിപ്പറമ്പ്. അടിപൊളി ഒരു വ്ളോഗായിരിക്കും വരാൻ വേണ്ടി പോകുന്നത്. ആരും സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണുക. 4200 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ്, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ചിറവക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് തളിപ്പറമ്പിൽ ഉള്ളത്. തളിപ്പറമ്പിലെ ചിറവക്കിൽ ചെന്ന് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് കാണാം. ഇവനും ഞാനും കൂടെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടി പോവാം. വണ്ടി അപ്പോൾ വണ്ടി ഏതാണെന്നൊക്കെ നമുക്ക് ഷോറൂമിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും കാണാം. ഐവൻ ഡ്രൈവർ കം ഓണർ കം. പാട്ടും സന്തോഷവും എല്ലാം വണ്ടി എടുക്കാൻ പോകുന്നതിൻ്റെ കേട്ടോ. അപ്പോൾ വണ്ടി എടുക്കാൻ പോകുന്ന സ്ഥലത്ത് വണ്ടി അവൈലബിൾ ആണെന്ന് അറിയത്തില്ല. അപ്പോൾ 2 പുതിയ മാസ്ക് മേടിച്ചിട്ടുണ്ട് കേട്ടോ. N95 അല്ല, N95 അല്ല, K95. അപ്പോൾ മാസ്ക് വെക്കാത്ത വണ്ടിക്കകത്തിരിക്കുന്നതുകൊണ്ട് കേട്ടോ. തളിപ്പറമ്പിലാണ് നമ്മൾ വണ്ടി എടുക്കാൻ വേണ്ടി പോകുന്നത്. തളിപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് വണ്ടി എടുക്കാൻ പോകുന്നത്. ഐവിൻ ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് നോക്കട്ടെ, എന്നിട്ട് ഞാൻ ടെസ്റ്റ് ഡ്രൈവ് അടിക്കാം. ഞങ്ങൾ 2 പേരും സ്ട്രെൽത്ത് ബാക്ക് ടെസ്റ്റ് ഡ്രൈവ് അടിച്ച വണ്ടി ഇതേ ഇവിടെയുണ്ട്. ഈ വണ്ടി ഇപ്പം പുതിയതായിട്ട് വന്നതാണ്. അപ്പം മറ്റ് വണ്ടികളിൽ നിന്ന് നമുക്ക് വ്യത്യസ്തമായിട്ട് ഇതിൻ്റെ അകത്തുള്ള എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അലോയ് വീലുണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പം പുള്ളി ഇവിടുത്തെ ഒരു ചേട്ടൻ പറഞ്ഞത് സ്പോക്ക് വീലാണ് റൈഡിങ്ങിന് കുറച്ചും കൂടെ കംഫർട്ട് എന്നാണ് പറഞ്ഞത്. ആംബുലൻസിനൊക്കെ നമ്മൾ സൈഡ് കൊടുക്കാൻ നിർത്തിയിട്ട് ആംബുലൻസിന് ഫുൾ റെസ്പെക്റ്റ് കൊടുക്കേണ്ടതാണ്. ആംബുലൻസ് വരുവാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് 2 സെക്കൻഡ് ലേറ്റ് ആയതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഇവിടുന്ന് വലത്തോട്ട് പോയിട്ടുണ്ടെങ്കിൽ പയ്യന്നൂർ, ഇടത്തോട്ട് പോയിട്ടുണ്ടെങ്കിൽ തളിപ്പറമ്പ്, കണ്ണൂർ. ചിറവക്കിലുള്ള റോയൽ എൻഫീൽഡ് ഷോറൂമാണ്. അകത്ത് പോയി നോക്കാം. ചിറവക്കിലാട്ടോ, തളിപ്പറമ്പ് ചിറവക്ക്. ആ സൈഡിൽ നിന്ന് വന്നത്, അവിടെ നിന്ന് വന്ന് തളിപ്പറമ്പിനാണ്. ഇവിടെ ഒന്ന് പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന്. ചിറവക്കിലുള്ള റോയൽ എൻഫീൽഡ് ഷോറൂമിൽ പോയി. ഒരു രക്ഷയില്ല. എല്ലാ വണ്ടിയും അവിടെ കുറേ വണ്ടികൾ ഇരിപ്പുണ്ട്, പക്ഷെ അതെല്ലാം ബുക്ക്ഡ് ആയി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുന്ന വണ്ടിക്ക് മിനിമം 45 ദിവസത്തെ ബുക്കിംഗ് ആണ് അവർ പറയുന്നത്. 45 ദിവസം വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് പയ്യന്നൂർ ഷോറൂമിൽ പോയി നോക്കാം. പയ്യന്നൂർ റോയൽ എൻഫീൽഡ് ഷോറൂമിലേക്ക് പോവാണ്. എൻ്റെയും ഐവിൻ്റെ ഒക്കെ ഒരു ഫേവറേറ്റ് റൂട്ടാണ് തളിപ്പറമ്പ് പയ്യന്നൂർ റൂട്ടിലെ ഡ്രൈവ് ഒരു രക്ഷയില്ല. ഇപ്പോൾ പ്രൈവറ്റ് വണ്ടികൾ കുറവായിട്ടാണ്, ഇല്ലെങ്കിൽ നല്ല കിടുക്ക് റൂട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ റൈഡെല്ലാം പോകാൻ വേണ്ടി പറ്റിയ റൂട്ട്. അത്യാവശ്യം വളവുണ്ട്, പുളവുള്ള റോഡുകളാണ് നമുക്കധികവും റൈഡ് ചെയ്യാൻ വേണ്ടി ഇഷ്ടം. കാണിച്ചു തരാം.
എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ട് പഞ്ചായത്ത് പാട്ടുകളാണ്. പഞ്ചായത്ത് പാട്ടുകൾ കഴിഞ്ഞിട്ട് നമുക്ക് വേറെ പാട്ടുള്ളൂ. മലയാളം നമ്മൾ കേൾക്കാറില്ലെന്നല്ല, എന്നാലും എനിക്ക് പഞ്ചായത്ത് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അത് നമ്മൾ വണ്ടിക്കകത്ത് എന്ത് ചെയ്യും, നമ്മൾ ബ്ലൂടൂത്ത് ഒക്കെ പെയർ ചെയ്ത് സന്തോഷം കൊണ്ട് കേട്ടോ. പയ്യന്നൂർ ഷോറൂമിൽ ചെല്ലുമ്പോഴറിയാം നീ ഭയങ്കര ഡ്രൈവിങ്, ഭയങ്കരமான ആള്. പയ്യന്നൂരത്തെ റോയൽ എൻഫീൽഡ് ഷോറൂം ഉള്ളത് കണ്ടോത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മൾ തളിപ്പറമ്പിൽ പോയിട്ട് നേരെ പയ്യന്നൂരുള്ള ഷോറൂമിൽ വന്നു. ഇത് പയ്യന്നൂർ ഷോറൂം ഇതാണ്, എൻഫീൽഡിൻ്റെ ഷോറൂം ഇവിടെ ഇതാണ്. ഇവിടെ പക്ഷേ 3 വണ്ടി ഡിസ്പ്ലേ ഉള്ളൂ. ഈ 3 വണ്ടി മാത്രമേ പയ്യന്നൂർ അവൈലബിൾ ആയിട്ടുള്ളൂ. പയ്യന്നൂർ ഷോറൂമും കാഞ്ഞങ്ങാട് ഷോറൂമും സെയിം ആളുടെ തന്നെയാണ്. പക്ഷേ കാഞ്ഞങ്ങാട് ഷോറൂമിൽ കുറച്ചും കൂടെ വണ്ടി ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് കാഞ്ഞങ്ങാട് ഷോറൂമിലും കൂടെ ഒന്ന് പോയി നോക്കുന്നു. അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന വണ്ടി, നമ്മൾ സ്റ്റെൽത്ത് ബ്ലാക്കാണ് ഇത് വണ്ടി നോക്കുന്നത്. സ്റ്റെൽത്ത് ബ്ലാക്ക് കിട്ടുവാണെങ്കിൽ നമ്മൾ ആ വണ്ടി ബുക്ക് ചെയ്യുന്നു. അവിടെ അവൈലബിൾ ആണെങ്കിൽ ഇപ്പോൾ തന്നെ എടുത്തുകൊണ്ട് വരുന്നു, ഇല്ലെങ്കിൽ ബുക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കാഞ്ഞങ്ങാടേക്ക് പോവാം. അങ്ങനെ പയ്യന്നൂരത്തെ അറ്റംപ്റ്റ് ഫെയില്. എൻ്റെ പയ്യന്നൂർ ഷോറൂമിലുണ്ടല്ലോ നല്ല അടിപൊളി ഡീലിംഗ് കേട്ടോ, നല്ല സൂപ്പർ. തളിപ്പറമ്പ് ലെവലൊന്നുമല്ല, പയ്യന്നൂർ നിങ്ങൾ പൊക്കോ. അത് കാഞ്ഞങ്ങാടിൻ്റെ സെയിം ബ്രാഞ്ച് തന്നെയാണെന്നാണ് പറഞ്ഞത്. നല്ല അടിപൊളി ഡീലിംഗ് കേട്ടോ, സൂപ്പർ ഡീലിംഗ്. അപ്പം അവിടെ 3 വണ്ടിയുള്ള ആകെ ഡിസ്പ്ലേക്ക് ഇരിക്കുന്നത്. പയ്യന്നൂരിൽ നിന്ന് കാഞ്ഞങ്ങാടേക്ക് പോവാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് എവിടെ നിന്ന് നല്ലപോലെ വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എവിടെ നിന്ന് നമുക്ക് തട്ടുകട കിട്ടുവാണെങ്കിൽ ഭക്ഷണം കഴിക്കും. അപ്പം ഭക്ഷണം നമുക്ക് തട്ടുകടയിൽ നിന്ന് കഴിക്കാം. അപ്പം കാഞ്ഞങ്ങാട് റൂട്ട്, പയ്യന്നൂർ ടു കാഞ്ഞങ്ങാട് റൂട്ട്, നമ്മുടെ കാസർഗോഡ് കയറാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പം കാസർഗോഡ് കയറുന്ന റൂട്ട് നമുക്ക് നോക്കാം. കാസർഗോഡ് ജില്ലയിൽ കയറുന്ന റൂട്ട്, ഇപ്പം കണ്ണൂർ ജില്ലയിലാണ് നമ്മളുള്ളത്. കാസർഗോഡോട്ട് കയറുന്ന റൂട്ടും കൂടെ നമുക്ക് നോക്കാം. ഐവിൻ വിട്ടു തരില്ല വണ്ടി ഓടിക്കാന്ന് പറഞ്ഞുകൊണ്ട് ഐവിൻ വീണ്ടും ശക്തമായി മുന്നേറുകയാണ്. അപ്പം കാഞ്ഞങ്ങാട് റൂട്ടിന്റെ ടൈം ലാപ്സ് ഇതേ വരുന്നു. ചെറുവത്തൂര് നമുക്കൊരു ഹോട്ടൽ കിട്ടി, ഞാണങ്കൈ എന്നാ കേട്ടോ സ്ഥലത്തിന്റെ പേര്. ഇനി ഊണുണ്ടാവുക. അടിപൊളി ഊണ്, സൂപ്പർ ഊണ്. ഞാണങ്കൈ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് നമ്മൾ കഴിച്ചു. ഇനി നേരെ കാഞ്ഞങ്ങാടേക്കുള്ള യാത്രയിലാണ്. കാഞ്ഞങ്ങാട് റോയൽ എൻഫീൽഡ് എത്തിയിരിക്കുകയാണ്. ഐവിന് ഒരു രക്ഷയിലോട്ടോ, വണ്ടി ഓടിക്കാൻ വിട്ട് തരത്തില്ല. എന്ന് പറഞ്ഞ ചേട്ടൻ ഇതെല്ലാം അടിപൊളിയായിട്ട് ഇരുന്നിട്ട് വീഡിയോ ഓടിച്ചോളാൻ. ഓക്കേ, അപ്പൊ നമ്മളങ്ങനെ കാഞ്ഞങ്ങാട് റോയൽ എൻഫീൽഡിന്റെ ഇവിടെ എത്തിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അകത്തൊന്ന് കയറി നോക്കാം. റോയൽ എൻഫീൽഡ് കാഞ്ഞങ്ങാട്, ഇത് ലാസ്റ്റ് ആട്ടോ. ഇവിടെ കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ നോക്കുന്നില്ല. ശരിയാ, എൻട്രി മാറിപ്പോയി കേട്ടോ. എൻട്രി ഇപ്പുറ സൈഡിൽ കൂടെയാണെന്ന് പറഞ്ഞത്. വണ്ടിയെല്ലാം ഇരിപ്പുണ്ട്. നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തു. ട്രിപ്സി വ്ലോഗിൻ്റെ കയ്യിലിട്ടുണ്ട് കേട്ടോ. കുറേ പോയി നോക്കാം. ഇനി അവിടെയും കൂടെ കിട്ടിയിട്ടില്ലെങ്കിൽ സ്കിപ്പിംഗ് ആൻഡ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. സാനിറ്റൈസറെല്ലാം ഉപയോഗിച്ചിട്ട് കയറാൻ പറ്റത്തുള്ളൂ കേട്ടോ. അത് റോയൽ എൻഫീൽഡിൻ്റെ ഒരു ലോകം കേട്ടോ. ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ടെമ്പറേച്ചർ ചെക്ക് ഒക്കെ ചെയ്തിട്ട് കയറ്റി വിടുള്ളൂ കേട്ടോ. അതിൻ്റെ നോക്കി 36.5 ഉള്ളൂ. എൻ്റെ നോക്കട്ടെ, എത്ര നിൻ്റെ എത്ര? ജസ്റ്റ് നോക്കി. എൻ്റെ 36 വേണ്ട, 36.1 വേണ്ട കേട്ടോ. എൻ്റെ എത്ര ഏട്ടാ? ചേട്ടനെ ഇവിടെ കാണിക്കാം. 36 എത്ര? 36.1.
പേര് ട്രിപ്സി വ്ളോഗ്. എന്താ പേര് പറഞ്ഞു? യൂട്യൂബ് ആണോന്ന് ചോദിച്ചോട്ടോ. 2 പേര്. പേരെന്താ? വരുൺ. ഷെബീബ്. വരുൺ ഷെബീബ്. എൻ്റെ പേര് എബിൻ. ട്രിപ്സി വ്ളോഗ്. TRIPCA ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത 2 പേര് ഫ്രണ്ട്സിനെ കൊണ്ടും. വണ്ടി എടുത്തോ? ഏതാ ഈ വണ്ടി? ഹിമാലയനാ? വണ്ടി ഏതാ നല്ലത്? നിങ്ങൾ ഓഫ് റോഡിന് വേണ്ടിയാണോ എടുത്തത്? എന്നാലും അതാണ് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ്. ഹിമാലയനാണ്. നിങ്ങൾ ഹിമാലയൻ എടുത്തത്? 2 പേര് ഹിമാലയനാട്ടോ എടുത്തിട്ടുള്ളത്. എന്താണെങ്കിലും ബുള്ളറ്റ്. ഹിമാലയൻ വേറെ റേഞ്ച് അല്ലേ? നല്ല ഇതാണ്. മൈലേജ് കുറവല്ലേ? 32 കിട്ടുന്നുണ്ടോ? 32 കിട്ടുവാണെങ്കിൽ അതിനെക്കുറിച്ച് ഒന്ന് നോക്കണം. ആ 2 സബ്സ്ക്രൈബറിനെ കിട്ടി കേട്ടോ. 2 പേരെ കിട്ടിയിട്ടുണ്ട്. പൊളി. ബാക്കിൻ്റെ അകത്ത് കയറി നോക്കാം. ഇതാ ഒരു യുദ്ധത്തിന് സന്നാഹങ്ങൾ ഫുള്ളുണ്ട് കേട്ടോ. ഫുള്ള് എൻഫീൽഡിൻ്റെ ലോകത്തിലേക്കാണ് പോകുന്നത്. അകത്ത് കയറി നോക്കാം. ഒരു കാര്യം കൂടെ പറയാം. ഞങ്ങൾ നോക്കുന്ന വണ്ടി എന്ന് പറയുന്നത് ഇതാണ് സ്ട്രെൽത്ത് ബ്ലാക്ക് എൻഫീൽഡ്. ബുക്കിംഗ് പീരീഡ് പറഞ്ഞിട്ടുണ്ട്. എത്രയാണെന്ന് അറിയില്ല. 3 സ്ഥലത്ത് പോയി. അതൊക്കെ കുറവാണ്. ഈ വണ്ടിയാണ് നോക്കുന്ന സ്ട്രെൽത്ത് ബ്ലാക്ക്. വണ്ടി കാണിച്ചത് എൻഫീൽഡിൻ്റെ ലോഗോ ഒരു ബൈക്കിനാണ് മുഴുവൻ കളർ പീസാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആണ് ഈ വണ്ടിയെ ഇലക്ട്ര ഇതെടുത്ത്. പക്ഷേ ഇതല്ല നമ്മൾ നോക്കുന്നത് സ്റ്റെൽത്ത് ബ്ലാക്കാണ്. സ്റ്റെൽത്ത് ബ്ലാക്ക് കിട്ടുവാണെങ്കിൽ എടുക്കും. സ്റ്റെൽത്ത് ബ്ലാക്ക് മാത്രമേ അലോയ് വീൽസ് വരുന്നുള്ളൂ. അപ്പം അലോയ് വീൽസ് വരുന്നത് സ്റ്റെൽത്ത് ബ്ലാക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അത് പ്രിഫറൻസ് എടുക്കുന്നത്. ഞങ്ങൾ 2 പേരും സ്റ്റെൽത്ത് ബ്ലാക്ക് ടെസ്റ്റ് ഡ്രൈവ് അടിച്ച വണ്ടി ഇതേ ഇവിടെയുണ്ട്. ഈ വണ്ടി ഇപ്പം പുതിയതായിട്ട് വന്നതാണ്. അപ്പം മറ്റ് വണ്ടികളിൽ നിന്ന് നമുക്ക് വ്യത്യസ്തമായിട്ട് ഇതിൻ്റെ അകത്തുള്ള എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അലോയ് വീലുണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പം പുള്ളി ഇവിടുത്തെ ഒരു ചേട്ടനുണ്ട്. ചേട്ടൻ പറഞ്ഞത് സ്പോക്ക് വീലാണ് റൈഡിങ്ങിന് കുറച്ചും കൂടെ കംഫർട്ട് എന്നാണ് പറഞ്ഞത്. ഞാനാണെങ്കിൽ പഞ്ചറൊക്കെ ആയി കഴിഞ്ഞിട്ടുള്ള സിറ്റുവേഷനിൽ അത് വരാതിരിക്കാൻ വേണ്ടിയാണ് അലോയ് സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അലോയ് വേണമെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് കയറ്റാവുന്നേ ഉള്ളൂ. കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാനും അയവിനും കൂടെ എന്നാലും ഒരു ചെറിയൊരു തീരുമാനം എടുത്തു. അയവും പറഞ്ഞെങ്കിൽ പിന്നെ നമുക്ക് ഈ ഇരിക്കുന്നുണ്ടോ ബ്ലൂ, എങ്കിൽ പിന്നെ അത് ആയെങ്കിൽ അതെടുത്തിട്ടുണ്ട് എന്നാ കുഴപ്പമെന്ന് ചോദിച്ചു. അലോയ് വീല് വേണ്ട കൊണ്ടാണ് ഇതിൻ്റെ അകത്ത് സ്റ്റെൽത്ത് ബ്ലാക്കിൽ പോകാമെന്ന് വിചാരിച്ചത്. അപ്പം നമ്മൾ ചെറിയൊരു തീരുമാനം. ഇതിന് ഭയങ്കര ബുക്കിംഗ്, 25 ദിവസത്തെ ബുക്കിംഗ് ഉണ്ട് വണ്ടിക്ക്. ഈ കളർ 2 എണ്ണവും ബ്ലൂ കളർ 1 അവൈലബിൾ ആണ്. എങ്കിൽ പിന്നെ അത് തന്നെ ബുക്ക് ചെയ്യാമെന്ന് തീരുമാനിച്ചിരിക്കുക. അതിനെടുത്തോണ്ട് പോകാം അല്ലേ? വേറെ ഓപ്ഷൻ ഒന്നും കൊണ്ട് ഫൈനൽ. ഇത് ഫൈനൽ ഉറപ്പിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ അലോയ് വീലിൻ്റെ ഒരു ചെറിയ വ്യത്യാസമുള്ളൂ. അപ്പം ലിമിറ്റഡ് എഡിഷൻ ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് 3 ദിവസത്തിനുള്ളിൽ നമുക്ക് തരാമെന്ന് പറയുന്നത്. അപ്പം ഈ വണ്ടിയല്ല കേട്ടോ, പുറകിൽ കാണുന്ന ഈ വണ്ടിയും ഇത് 3 ദിവസത്തിനുള്ളിൽ നമുക്ക് അവൈലബിൾ ആയിട്ട് തരാമെന്ന് പറയുന്നത്. അപ്പം ഇത് നമ്മൾ ഫൈനൽ ചെയ്യുന്നു. വണ്ടി ബുക്ക് ചെയ്തോ. ഭയങ്കര ബുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ബുക്കിംഗ്. സ്റ്റെൽത്ത് ബ്ലാക്കിന് പകരം റോയൽ എൻഫീൽഡ് സിഗ്നൽസിൻ്റെ ബ്ലൂ കളർ മോഡലാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. പ്രൗഡ് ഓണർ ഓഫ് റോയൽ എൻഫീൽഡ് ഐവിൻ പി ജോസ്. അങ്ങനെ നമ്മുടെ ചങ്ക അനിയൻ റോയൽ എൻഫീൽഡിൻ്റെ ഓണർ ആയിരിക്കാണ്. വണ്ടി അവനെടുക്കുന്നെങ്കിലും കൈകാര്യം ചെയ്യുന്നത് ഞാനാണല്ലോ. ശരിക്കും മുതലാളി ഞാനാണ്. അപ്പോൾ റോയൽ എൻഫീൽഡിൽ വെൽക്കം റോയൽ എൻഫീൽഡ് ടു ദ ഫാമിലി.
അപ്പോൾ അടുത്ത 5 വർഷങ്ങൾക്ക് ശേഷം വീട്ടിലൊരു വണ്ടി ജനിച്ചിരിക്കുകയാണ്. റോയൽ എൻഫീൽഡ് സിഗ്നൽസ് 350 ക്ലാസിക്. ബുള്ളറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി പോയ വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പം ബുള്ളറ്റ് ബുക്കിംഗ് വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി ബുള്ളറ്റ് വാങ്ങിക്കാൻ വേണ്ടി പോകുന്ന വ്യൂവും ബുള്ളറ്റിൻ്റെ റിവ്യൂ എല്ലാം വരുന്നുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ. സുലൈ.